4 ടിക്കറ്റ്. ചേച്ചി എത്ര വർഷം മുമ്പാ ലാസ്റ്റ് അഷ്ടമി കൂടിയേ? ഞാനൊരു 8 വർഷമായി കാണും. ലാസ്റ്റ് വൈക്കത്ത് ആശ്രമ സ്കൂളിൽ +2 പഠിക്കുമ്പോഴാണ് അഷ്ടമി കൂടിയത്. പക്ഷെ അത് പകലായിരിക്കും. അന്ന് വെയിൽ കൊണ്ട് കരിഞ്ഞുപോയി. ഇതിപ്പോ ഫസ്റ്റ് ടൈമാ നൈറ്റ് പോണേ. നൈറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നൈറ്റ് പോണ ചേച്ചി സൂപ്പർ. നമ്മള് ബോട്ടിറങ്ങി പടിഞ്ഞാറനാട് ചെല്ലണ വരെ ഭയങ്കര തിരക്കായിരിക്കും. ചേച്ചി ഇവിടെ ആകാശമഞ്ഞാലും മരണക്കണ്ടൊക്കെ ഉണ്ട്, എല്ലാത്തിലും കയറാം. പണ്ട് കൂടെ പഠിച്ച ആരെങ്കിലൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ബെസ്റ്റ്. ഇപ്പൊ ആരെ കാണാനാ, നമ്മളെ തന്നെ കാണുമെന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മൾ അഥവാ കൂട്ടം തെറ്റി പോവാണെങ്കിൽ ബോട്ട് തെറ്റിയുടെ അവിടെ വന്ന് നിന്നാ മതി. ബോട്ട് തന്നെ. പണ്ട് കൂടെ പഠിച്ച ആരെങ്കിലൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്ത് സൗണ്ടാടാ? ചെവി പൊട്ടി പോയല്ലോ മനുഷ്യന്റെ. കാര്യല്ല, ധാവണിയാ. അവരവിടെ കാത്തിരിക്കണ്ട, നീ വന്നില്ല ഇങ്ങോട്ട്. ഇതാരേത്? അഞ്ജലി. പണ്ട് +2 പഠിക്കാൻ നേരത്ത് മുങ്ങിയ ടീം, എന്നിട്ട് ഇപ്പഴാണല്ലേ പൊങ്ങണത്. നീ കാരണം വെച്ചതിന്റെ ഒരു കൊല്ലം പോയത് പോക്ക്. അന്ന് പൊങ്ങിട്ട് ഇന്നല്ല പൊങ്ങിയത്. ഇടാ നീ നിനക്കിത് കളഞ്ഞിട്ട് വാടാ. വാടാന്ന് ഒരു മിനിറ്റ് ഞാൻ വരാം. നിങ്ങളെന്നാ ചെല്ല്, ഞാൻ അന്ന് അവരോട് പോട്ടെ. കാണാൻ പറ്റില്ല, സന്തോഷം. ചേച്ചി വെക്കുന്നു അഷ്ടമല്ലേ, കറങ്ങിട്ടതോ ഇനി കാണുന്നു. ഇല്ല നിക്ക് ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ വരാം. അവിടെ വരെ ഒന്ന് പോയിട്ട് ഇപ്പൊ വരാം. എന്താ ചേച്ചി, നീ പിന്നെ കോളേജിലൊന്നും പോയില്ല? ഒന്നും പറയാൻ പറ്റും. ഞാൻ ഒന്നും പറഞ്ഞു വെറുതെ അഷ്ടമയുടെ മൂട് കളയണം. എൻ്റെ കൂടെ നിന്റെ ഭാഗം നശിപ്പിച്ചില്ല, നീ രക്ഷപ്പെട്ടില്ലേ? എനിക്ക് അത് മതി. നിനക്കിപ്പോ എന്താ പണി? പണിന്ന് പറഞ്ഞാൽ പണിയുള്ളപ്പം പെയിന്റിങ്ങിന് പോകും, അല്ലാത്തപ്പോ തക്കവരം പോകും. പിന്നെ അപ്പനുള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ച് പോകും. നീ ഇപ്പോഴും അപ്പന്റെ ചെലവിലാണോ? അപ്പനല്ല, അതേ വൈക്കത്തെത്തും. പുള്ളി നിർത്തണം കാലം വൈക്കത്താൻ പട്ടിണി ഇടയ്ക്കരുത്. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് എവിടെ നിന്ന്? ഊട്ടുപുരയുടെ ക്യൂല് വെച്ചല്ലായിരുന്നോ? നീ ഓർമ്മ മറന്നല്ലേ?
ഏയ് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. മുളക് വെച്ച് വെക്കാം. അയ്യോ അത് എരിയത്തില്ലേ? എരിയണ മുളകല്ലേ, ഇത് അഷ്ടമി മുളക്. ഇതാണ് മുളക് വെച്ച് അഷ്ടമി മുളക്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സാധനം. ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ ഇത് ചൂടുണ്ട്, കുഴപ്പമില്ല. നീ പറഞ്ഞല്ലേ മുളകിന് എരിവുണ്ടെന്നോ? ഇപ്പൊ എരിവുണ്ടോ? വൈക്കത്തെ പെണ്ണിന്റെ മുക്കുത്തിക്കല്ലിന്മേൽ അഷ്ടമീരാവിൻ പൊൻവെളിച്ചം കയ്യെത്തും ദൂരത്ത് നീയെത്തും നേരത്ത് നെഞ്ചിൽ തുടിക്കും പഞ്ചാരിമേളം. വൈക്കത്തെ പെണ്ണിന്റെ മുക്കുത്തിക്കല്ലിന്മേൽ അഷ്ടമീരാവിൻ പൊൻവെളിച്ചം കയ്യെത്തും ദൂരത്ത് നീയെത്തും നേരത്ത് നെഞ്ചിൽ തുടിക്കും പഞ്ചാരിമേളം. മോതിരത്തിൽ കീസിന്റെ പേരെടുക്കണം. ഇഷ്ടംപോലെ മോതിര കീസിന് എല്ലാം ഉണ്ട്. നീ ഇതൊന്ന് ഇട്ട് വയ്ക്കേ. വേണ്ട, ഇത് ഇടാനുള്ളതല്ല, സൂക്ഷിച്ചു വെക്കാനുള്ള. ഇത് കയ്യിലിട്ട് കഴിഞ്ഞാലേ അവിടെ കിടന്ന് മുറിവ്, പിന്നെ അത് ഊരാൻ പറ്റിയില്ല, പിന്നെ അതൊരു വേദനയായിരിക്കും. ഇത് ഞാൻ സൂക്ഷിച്ചു നോക്കും. തെക്കേ നടയിൽ കുത്തുവിളക്കിൽ നാം ദീപം തെളിച്ചതല്ലേ, വൈക്കത്തമ്പല മണ്ണിൽ പതിഞ്ഞ നിൻ കാൽപ്പാട് തേടിയില്ലേ. തെക്കേ നടയിൽ കുത്തുവിളക്കിൽ നാം ദീപം തെളിച്ചതല്ലേ, വൈക്കത്തമ്പല മണ്ണിൽ പതിഞ്ഞ നിൻ കാൽപ്പാട് തേടിയില്ലേ. വടക്കേ നടയിൽ ഊട്ടുപുരയിൽ തിരക്കിൽ തിരഞ്ഞു തുടിക്കും മിഴികൾ, വടക്കേ നടയിൽ ഊട്ടുപുരയിൽ തിരക്കിൽ തിരഞ്ഞു തുടിക്കും മിഴികൾ, അടുത്തെത്തി മെല്ലെ അരികത്തിരുന്നു കണ്ടു കണ്ണിൽ നിന്നഷ്ടമിച്ചന്തം. വൈക്കത്തെ പെണ്ണിന്റെ മൂക്കുത്തിക്കല്ലിന്മേൽ അഷ്ടമീരാവിൻ പൊൻവെളിച്ചം കയ്യെത്തും ദൂരത്ത് നീയെത്തും നേരത്ത് നെഞ്ചിൽ തുടിക്കും പഞ്ചാരിമേളം. നീ കല്യാണം ഒന്നും നോക്കുന്നില്ല? പിന്നെ ഒറ്റക്ക് നടക്കാൻ തന്നെ പാടാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്യാണം കൂടെ കഴിച്ചാൽ അതുപോലെ കിടന്ന് കറങ്ങേണ്ടി വരും. എന്തിനാ വെറുതെ? കുറച്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അഷ്ടമി കഴിയും. നല്ല രസമായിരുന്നു അല്ലേ? കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഹാപ്പി ആയ. നീയോ? എനിക്കും അതെ, കുറേയധികം നല്ല മൊമെന്റ്സ് കിട്ടി. നിൻ്റെ കൂടെയുള്ള പഴയ ഓർമ്മകളോട് ചേർത്ത് വയ്ക്കാൻ ഇപ്പം എനിക്ക് പുതിയ കുറച്ച് നിമിഷങ്ങളുമായി മറക്കലൊരുക്കും. പക്ഷെ നിന്നെ ഇവിടെ വെച്ച് കണ്ടുവിട്ടു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ബോറടിച്ചേനെ. ഇനി എന്നാ നമ്മൾ കാണുന്നത്? ഇനി അഷ്ടമി ഉണ്ടല്ലോ, ഇതുപോലെ വേറൊരു വർഷം നമുക്ക് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാം. എന്നിട്ട് ഇവിടെ മൊത്തം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാം. ചിലപ്പം ആ സമയമാകുമ്പോൾ നിനക്ക് ഭാര്യയും കുട്ടികളൊക്കെ ആവുമായിരിക്കും അല്ലേ? അപ്പൊ നീയോ? എനിക്കോ? എനിക്കറിയില്ല, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പൊ നീ എന്നെ മിസ് ചെയ്യുന്നില്ലേ? നീ അതൊക്കെ വിടടാ, ഒന്നും അറിഞ്ഞോണ്ടല്ലോ. ഞങ്ങൾ അന്ന് ദുബായിക്ക് ഷിഫ്റ്റ് ആയതാ. പിന്നെ എത്ര നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതെന്നറിയോ? ഒന്ന് വിളിക്കാനാന്ന് വെച്ചാൽ അന്ന് നിൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നോ? ഉള്ള ഫോണൊക്കെ നീ പിന്നെ ദേഷ്യം വരുമ്പോൾ എറിഞ്ഞ് പൊട്ടിച്ച് കളയില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എടാ, ഇത്ര തിരക്കിൻ്റെ ഇടയിലും നമ്മൾ കണ്ടുമുട്ടിയില്ലേ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത്ര സിൻസിയർ ആയതുകൊണ്ടല്ലേ? നീ എന്താ അത് മനസ്സിലാക്കാത്ത? എനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. നീ അന്ന് പോയി കഴിഞ്ഞപ്പം
നീ പഠിക്കുന്ന ഏത് കോളേജിലാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെ പോയി അന്വേഷിച്ച് നടന്നിട്ടുണ്ടെന്നറിയാമോ? ഞാൻ ആ വർഷം പിന്നെ പഠിക്കാൻ പോയില്ല, പറ്റില്ല എനിക്ക്. അമ്മ പോയതോടുകൂടി എൻ്റെ സകല റിലേയും പോയി. പിന്നെ ലൈഫിൽ ഞാൻ എന്തൊക്കെ തീരുമാനത്തിന് എനിക്ക് പോലും അറിയാൻ പാടില്ല. പക്ഷെ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിപ്പോയെന്ന് മാത്രം അറിയാം. ഹലോ, നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ ഉണ്ട്. എന്നാൽ അവിടെ തന്നെ നിന്നോ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓ ശരി, നമുക്കെന്നാ പോവാം സമയമായി. അവരവിടെ വെയിറ്റ് ചെയ്യുക. എന്തൊരു ഒന്നുമില്ല. ചെക്കൻ തോന്നിട്ട് പോയി. ആര്? ഏത്? ആ തൊപ്പി വെച്ചേക്ക്. പോണോന്നാ? നീ നിർത്തണോ പെണ്ണോട് കാണിച്ച? കൂൾ ബ്രോ, പ്ലീസ് പ്ലീസ്. എന്താണ് കാര്യം പറയുന്നത്? കാര്യം പറ ചേട്ടാ. അഷ്ടമിയാണ്, തട്ടി മുട്ടിന്നൊക്കെ ഇരിക്കും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ടിരിക്കണം. ഇങ്ങനെ തല്ലാൻ നടക്കണ എല്ലാരും തല്ലേണ്ടി വരും. ചേട്ടൻ ചേട്ടാ ഷർട്ട് ബ്രോ പ്ലീസ് വിട് വിട്ട് വിട്ട് വിട്ട്. തട്ടോ മുട്ടൊക്കെ ചെയ്യും, പക്ഷെ ആരും തോണ്ടോ മാത്രം ചെയ്യല്ലേടാ. ചേട്ടാ എന്നാ വീട്ടിൽ വെച്ചിട്ട് ഈ സോറി കണ്ട് പോയാ മതി. വാ, എനിക്ക് സോറി കണ്ട് പോയാ മതി. വാ, വേണ്ട പറടാ, സോറി പറ. ക്ഷമിച്ചേക്കണം. സോറി സോറി കഴിഞ്ഞു ബ്രോ. നിങ്ങൾ ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ ഇപ്പൊ വരാം. പെട്ടെന്ന് തന്നെ വരാം. അതായിരുന്നു നമ്മുടെ പഴയ ബോട്ടിയെത്തി. അത് പഴയ നശിക്കാറായപ്പോ ഇത് പുതിയത് വന്നത്. എത്ര പ്രാവശ്യം ഒരു കാര്യമില്ലാതെ അക്കരക്ക് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. ഒരു കാര്യമില്ലാതെ നിനക്ക് എത്ര പാക്കറ്റ് കള്ള വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ? എന്നിട്ട് അവൻ പറഞ്ഞു കേട്ടില്ലേ ഒരു കാര്യമില്ലാതെ. ഒരു കണക്കിന് അതൊക്കെ നശിച്ചു പോയി നന്നായി. അല്ലെങ്കിൽ അവിടെ പോയിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. നീ ഓർക്കണുണ്ടോ നമ്മള് ലാസ്റ്റ് കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാ? അന്ന് നീ പോയതേ ലാസ്റ്റത്തെ പോക്കാന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാനും ഇഷ്ടം. നമ്മള് വൈക്കത്തമ്പലത്തിൽ പോകുന്നതും അവിടുന്ന് ചോറ് വാങ്ങി കഴിക്കുന്നതൊക്കെ, ഈ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തതും, ശാലിനി തിയേറ്ററിൽ പോയി സിനിമ കണ്ടതൊക്കെ എന്ത് രസമായിരുന്നല്ലേ അതൊക്കെ. ഒന്നും നീ മറന്നിട്ടില്ലല്ലേ? നീയും വരുന്നുണ്ടോ അക്കരെ വരെ എന്റെ കൂടെ? എന്തിന്? ചുമ്മാ അവിടെ വരെ നമുക്ക് ഒരുമിച്ചിരിക്കാലോ. ഞാൻ പോയി കടല മേടിച്ചിട്ടുണ്ട്. കായൽ കരയിൽ കാലൊച്ച കേൾക്കാൻ കാലങ്ങൾ കാത്തിരുന്നു. തോണിക്കരികിൽ തോളോട് ചേർന്നന്ന് തീരത്ത് നാം ഇരുന്നു. കായൽ കരയിൽ കാലൊച്ച കേൾക്കാൻ കാലങ്ങൾ കാത്തിരുന്നു. തോണിക്കരികിൽ തോളോട് ചേർന്നന്ന് തീരത്ത് നാം ഇരുന്നു. മഴച്ചാറ്റലേറ്റും വെയിൽ ചൂട് കൊണ്ടും തുഴഞ്ഞില്ല വെള്ളം തുളുമ്പുന്നുള്ളം. മഴച്ചാറ്റലേറ്റും വെയിൽ ചൂട് കൊണ്ടും തുഴഞ്ഞില്ല വെള്ളം തുളുമ്പുന്നുള്ളം. നിന്നോട് കൂടെ തീരത്തണയാൻ നിന്നു എന്നും ഈ കായലോരം. വൈക്കത്തെ പെണ്ണിൻ്റെ മൂക്കുത്തി കല്ലിന്മേൽ അഷ്ടമീരാവിൻ പൊൻവെളിച്ചം. നമുക്കേ
അങ്ങോട്ട് മാറിയേക്കാം. നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കി കറക്റ്റായിട്ട് കാഷ്ടിക്കുന്ന കാക്കയാണ്. വാ. ചേച്ചി ബോട്ട് പോവാറായി. അത് കുഴപ്പമില്ല, 10 മിനിറ്റ് ഉണ്ടാവും. ഈ കായലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിനക്ക്? ഈ വള്ളംകളിയൊക്കെ നടക്കണ കായൽ ഇതാണോ? ഇത് വേമ്പനാട് കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായലത്. എന്തിനാടി വേമ്പനാടുകാരൻ കടന്നു ഞങ്ങളുടെ വൈക്കത്തപ്പൻ്റെ നാട്ടിലേക്ക് നീ പഠിക്കാൻ വന്നു? നിനക്ക് ഇവിടെ വല്ലതും പഠിച്ചാൽ പോയിരുന്നു? എൻ്റെ അമ്മ വീട് അവിടെ ആയിരുന്നു എന്തല്ലേ, അതുകൊണ്ട് അവിടെ പഠിച്ചു. പിന്നെ പഠിത്തം കഴിഞ്ഞ് എല്ലാം ഇട്ടിട്ട് പോന്നു. അങ്ങനെല്ലാം ഇട്ടെറിഞ്ഞ് വൈക്കത്തപ്പൻ്റെ മണ്ണിൽ നിന്ന് അങ്ങനെ ആർക്കും പോകാൻ പറ്റില്ല. അങ്ങോട്ടും എൻ്റെ പുള്ളി ഒരിക്കൽ തിരിച്ചുകൊണ്ടിരും. ഇപ്പം നീ വന്നില്ലേ, അതുപോലെ ഇനിയും വരും. കായൽ കരയിൽ കാലൊച്ച കേൾക്കാൻ കാലങ്ങൾ കാത്തിരുന്നു. തോണിക്കരികിൽ തോളോട് ചേർന്നന്ന് തീരത്ത് നാം ഇരുന്നു. മഴച്ചാറ്റലേറ്റും വെയിൽ ചൂട് കൊണ്ടും തുഴഞ്ഞില്ല വെള്ളം തുളുമ്പുന്നുള്ളം. മഴച്ചാറ്റലേറ്റും വെയിൽ ചൂട് കൊണ്ടും തുഴഞ്ഞില്ല വെള്ളം തുളുമ്പുന്നുള്ളം. നിന്നോട് കൂടെ തീരത്തണയാൻ നിന്നു എന്നും ഈ കായലോരം. വൈക്കത്തെ പെണ്ണിൻ്റെ മൂക്കുത്തി കല്ലിന്മേൽ അഷ്ടമീരാവിൻ പൊൻവെളിച്ചം. കയ്യെത്തും ദൂരത്ത് നീയെത്തും നേരത്ത് നെഞ്ചിൽ തുടിക്കും പഞ്ചാരിമേളം. കേൾക്കാൻ കാലങ്ങൾ കാത്തിരുന്നു. തോണിക്കരികിൽ തോളോട് ചേർന്നന്ന് തീരത്ത് നാം ഇരുന്നു.